ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾക്കൊരു സംഭവം ഉണ്ടാക്കിയാലോ? ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ഉപ്പും വേണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എത്രയാണോ ഞാവൽപ്പഴം എടുക്കുന്നത് അത്രയും തന്നെ മുളക് പൊടിയും പഞ്ചസാരയും ഉപ്പും ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഇനി ഞാവൽപ്പഴം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇതിലോട്ട് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പും മുളക് പൊടിയും അതുപോലെ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മേലോട്ട് ഇട്ടിട്ട് ഒരു പാത്രം വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക. എന്നിട്ട് കുലുക്കിയതിന് ശേഷം നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ടാവും. മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടിയിട്ടുള്ള ടേസ്റ്റ് ജാമുനിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണേ. ഇപ്പം ഞാവൽപ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.